പരിശുദ്ധ ഇസ്ലാം വിശ്വാസ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത് നബിയെ പറയണം, അങ്ങ് പറയൂ നബിയെ, സത്യം അല്ലാഹുവിന്റെ ഭാഗത്തുള്ളതാണ്, സത്യം അല്ലാഹു പറയുന്നതാണ്, അല്ലാഹു അവതരിപ്പിച്ചതാണ്. പക്ഷേ ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, ഇഷ്ടമുള്ളവരെ അവിശ്വസിക്കാം, ആർക്കും ഒരു നിർബന്ധവുമില്ല. സന്മാർഗമേതെന്നും ദുർമാർഗമേതെന്നും വളരെ കൃത്യമായിട്ടൂടെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതിലൊരു നിർബന്ധ പരിവർത്തനമില്ല, ആരെയും മുസ്ലിമാകാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം, ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത് ഇസ്ലാം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് അംഗീകരിക്കുന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ കഴിയുള്ളൂ, അല്ലാത്തവൻ നരകത്തിൽ പോകേണ്ടി വരും എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ഒരാളെയും നിർബന്ധിച്ച് പരിവർത്തനം നടത്തുന്നില്ല എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുസ്ലിം വിരോധികൾ ഇസ്ലാമിനെതിരെ ആഞ്ഞടിക്കുന്ന ചില കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണത്. ഒരിക്കലും ഇസ്ലാം നിർബന്ധ പരിവർത്തനം നടത്തുന്നില്ല. അതുപോലെ തന്നെ ഏത് വ്യക്തിക്കും ആരോടും തന്റെ അഭിപ്രായങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കാനുള്ള ഒരു അവകാശം ഇസ്ലാം നൽകുന്നുണ്ട്. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അന്യായം പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരി, ആ ഭരണാധികാരിക്ക് മുന്നിൽ നീതി തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം, അത് ആ അവകാശം ജിഹാദ് ഏറ്റവും പ്രധാനപ്പെട്ട ജിഹാദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഒരു മനുഷ്യന്റെയും വാ മൂടിക്കെട്ടുന്നില്ല ഇസ്ലാം.